ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കാൻ മാർച്ച് 15 എന്ന സമയപരിധി പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു മുന്നോട്ട് വച്ചത്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ 2ാം ദിനമാണിന്ന്. വൈകിട്ട് യാത്ര നാഗാലാൻഡിലാകും എത്തിച്ചേരുക. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. അതുല്യ, എന്തൊക്കെയാണ് ഇന്നത്തെ ദിനത്തിന്റെ പ്രത്യേകത? ഭാരത് ജോഡോ ന്യായ് യാത്ര, 2ാം ഭാരത് ജോഡോ യാത്ര എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അതിൻ്റെ വിവരങ്ങളിലേക്കൊന്ന് പോയാൽ. അജിംഷാദ്, മണിപ്പൂരിലെ പര്യടനം ഇന്ന് തുടരുകയാണ്. ഇന്നൊരു ദിവസം കൂടിയായിരിക്കും മണിപ്പൂരിലെ പര്യടനം ഉണ്ടാകൂ. 4 ജില്ലകളിലൂടെ 100 കിലോമീറ്ററാണ് ഇന്ന് കടന്നു പോവുക. ഇദ്ദേഹം പ്രത്യേകം തയ്യാറാക്കിയ ബസ്സിലാണ് ഈ 80 കിലോമീറ്റർ സഞ്ചരിക്കുക. പൊതുയോഗങ്ങളിലും അതല്ലാതെ ജനങ്ങളുമായി സംവദിക്കുന്ന അവസരങ്ങളിലും ബസ്സിനുള്ളിൽ അല്ലെങ്കിൽ ബസ്സിന് മുകളിൽ തന്നെ നിന്നുകൊണ്ടായിരിക്കും ഇദ്ദേഹം ഇന്ന് മീറ്റിങ്ങുകളിൽ സംവദിക്കുക. ഇപ്പോൾ ഇംഫാൽ വെസ്റ്റിലെ സെഗ്മയിൽ നിന്നാണ് രാവിലെ പ്രഭാതത്തിലെ യോഗം ആരംഭിക്കുന്നത്. അതിനുശേഷം 12 മണിയോടുകൂടി ഉച്ചയോടുകൂടി ഇദ്ദേഹം കാങ്പോപ്പിയിലും അതുപോലെ തന്നെ സേനാപതിയിലും എത്തും. ഇതിനു മുൻപ് ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടതിനാൽ തന്നെ വളരെ പ്രാധാന്യമുള്ള പ്രദേശങ്ങളാണ് സേനാപതിയും കാങ്പോപ്പിയും. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ മണിപ്പൂർ ജനതയെ കൂടുതലായി ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കിയെടുക്കാനായിരിക്കും കോൺഗ്രസിൻ്റെ ശ്രമം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഇന്ന് ഇംഫാൽ വെസ്റ്റിൽ നിന്ന് ആരംഭിച്ച് മാവോ ഗേറ്റിൽ വൈകിട്ട് ഏതാണ്ട് 5 മണിയോടുകൂടി മാവോ ഗേറ്റിൽ മണിപ്പൂരിലെ പര്യടനം അവസാനിക്കും. അതിനുശേഷം നാഗ അതിർത്തിയിലേക്ക് കടക്കുകയും നാഗാലാൻഡിലെ കുസാമ ഗ്രൗണ്ടിൽ ഇന്ന് രാത്രി ചെലവഴിക്കുകയും ചെയ്യും. നാളെ മുതലാണ് നാഗാലാൻഡിലെ പര്യടനം ആരംഭിക്കുക. നാളെ തൊട്ട് 2 ദിവസമാണ് നാഗാലാൻഡിൽ പര്യടനം. കൊഹിമയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം. നാളെ ഏറ്റവും വലിയ പൊതുയോഗം നടക്കുക അവിടെയാണ്. ഈ 2 ദിവസങ്ങൾ നാഗാലാൻഡിൽ ചിലവഴിച്ചതിന് ശേഷം ആസാം, ബീഹാർ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് ഇദ്ദേഹം യാത്ര തുടരും. പിന്നീട് എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം, ഇന്നലെ മണിപ്പൂരിൽ നടന്ന യോഗങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ടാണ് അദ്ദേഹം യാത്രയ്ക്ക് ആരംഭം കുറിച്ചത് തന്നെ. നമുക്കെല്ലാവർക്കും അറിയാം, മണിപ്പൂരിൽ കലാപം ഇപ്പോൾ ഈയിടയ്ക്ക് വീണ്ടും ഒന്നുകൂടി ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായും ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം യാത്രയിലുടനീളം സംസാരിക്കുന്നത്. മണിപ്പൂരിനെ ഇന്ത്യയുടെ ഭാഗമായി നരേന്ദ്രമോദി കണക്കാക്കുന്നില്ല, അല്ലെങ്കിൽ RSS കണക്കാക്കുന്നില്ല. മണിപ്പൂരിലെ ജനങ്ങളെ മോദി മറന്നുപോയിരിക്കുന്നു എന്നാണ് തൻ്റെ യാത്രയിൽ അദ്ദേഹം ഉന്നയിച്ചത്. എന്തായാലും ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മൊത്തമായി ഈ ഒരു കലാപത്തിനെ ഉയർത്തിക്കാട്ടി, അല്ലെങ്കിൽ കലാപം നേരിടുന്നതിൽ BJP സർക്കാർ പരാജയപ്പെട്ടു എന്നതിന് ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ളൊരു പ്രചരണമാണ് യാത്രയിലൂടെ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഒരു പ്രചാരണം ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ നീക്കം. കാരണം കഴിഞ്ഞ ഭാരത് ജോഡോ യാത്ര ഈ കഴിഞ്ഞ സംസ്ഥാനങ്ങളിൽ 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ കർണാടകയിലെ വിജയത്തിലും നേരിയ മുൻതൂക്കമെങ്കിലും കോൺഗ്രസിന് ലഭിക്കുന്നതിനും ഒരു ഊർജ്ജമായിട്ടുണ്ട്. അതിൻ്റെ ഊർജ്ജം ഉൾക്കൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഈ ഭാരത് ജോഡോ ന്യായ് യാത്ര ആരംഭിച്ചിരിക്കുന്നത്. ഇത് കൃത്യമായും വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ്. എന്നാൽ 10 വർഷത്തെ മോദി ഭരണത്തിൻ്റെ അന്യായത്തിനെതിരെയാണ് യാത്ര എന്നാണ് കോൺഗ്രസിൻ്റെ മുദ്രാവാക്യമെങ്കിലും നിലവിൽ കോൺഗ്രസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ഇത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ക്യാമ്പയിൻ കൂടിയായി വേണം കാണാൻ. അജിംഷാദ്. ശരിയാത്തില്ല. എന്നാൽ BJPയുടെ മറ്റൊരു അവകാശവാദം നമുക്ക് നോക്കാം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 480 സീറ്റുകൾ വരെ നേടുമെന്നാണ് ത്രിപുരയിലെ മുഖ്യമന്ത്രി മണിക് സാഹ പറയുന്നത്. ടൗൺ ബർദോവലി അസംബ്ലി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ടായിരുന്നു മണിക്